2025 മെഡിക്കൽ അലോട്ട്മെൻറ്റിൻ്റെ 3ാം ഘട്ടവും അങ്ങനെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ചിലർക്ക് നിർഭാഗ്യവശാൽ അവർ ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ ലഭിക്കാതെ പോയവരുണ്ടാകും, അല്ലെങ്കിൽ വളരെ നിസ്സാരമായ മാർക്കിന് കട്ട് ഓഫ് നഷ്ടപ്പെട്ടവരുണ്ടാകും അല്ലേ? പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. മെഡിക്കൽ എൻട്രൻസ് മേഖലയിൽ ഏറ്റവും മികച്ച വിജയം സമ്മാനിക്കുന്ന ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നീറ്റ് റിപ്പീറ്റ് ചെയ്യാനുള്ള അവസരം ഇനിയുമുണ്ട്. ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും പുതിയ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുടനീളം സ്ഥിതി ചെയ്യുന്ന ബ്രില്യൻറ്റിൻ്റെ പ്രധാന സെൻറ്ററുകളിൽ, അതായത് തിരുവനന്തപുരം, കൊല്ലം, പാല, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നീ 8 സെൻറ്ററുകളിലെ നീറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചുകളിൽ നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ എല്ലാ സെൻറ്ററുകളിലും വിദ്യാർത്ഥികൾക്കായി ഹോസ്റ്റൽ സൗകര്യവും ബ്രില്യൻറ്റ് ഒരുക്കിയിട്ടുണ്ട്. 2025 നീറ്റ് എക്സാമിൽ 500 അതിന് മുകളിലോ സ്കോർ നേടിയവർക്ക് ₹1 പോലും മുടക്കില്ലാതെ ഈ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൽ ചേരാൻ സാധിക്കുമെന്നത് മറ്റൊരു സവിശേഷത. അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീ, മെറ്റീരിയൽ ഫീ, കോഴ്സ് ഫീ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫീ എന്നിവയെല്ലാം നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അടിസ്ഥാനത്തിൽ ബ്രില്യൻറ്റിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇതുകൂടാതെ 2025 നീറ്റ് പരീക്ഷയിൽ 370 അതിൽ കൂടുതലോ സ്കോർ നേടിയവർക്കും കോഴ്സ് ഫീയുടെ 10% മുതൽ 100% വരെയുള്ള സ്കോളർഷിപ്പുകളും ബ്രില്യൻറ്റിലുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ വിവിധ +2 ബോർഡ് എക്സാം മാർക്ക് അടിസ്ഥാനത്തിലും ഇതേ രീതിയിലുള്ള സ്കോളർഷിപ്പ്, അതായത് 10 മുതൽ 100% വരെയുള്ള സ്കോളർഷിപ്പുകളും ബ്രില്യൻറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ മെഡിക്കൽ അലോട്ട്മെന്റ് നോക്കിയാൽ തന്നെ മനസ്സിലാകും ബ്രില്യൻറ്റിലെ റിസൾട്ടുകളുടെ ആ ഒരു ഡോമിനൻസ് എന്ന് പറയുന്നത്. കേരള മെഡിക്കലിൽ ഫസ്റ്റ് റാങ്ക് നേടിയ ബ്രില്യൻറ്റിന്റെ ദീപ്നിയ ഇന്ന് ജിപ്മർ പോണ്ടിച്ചേരിയിലെ MBBS വിദ്യാർത്ഥിനിയാണ്. 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ഷെഫിൻ മൻസൂറിന് അഡ്മിഷൻ ലഭിച്ചത് എയിംസ് ഡൽഹിയിൽ. 3ാം സ്ഥാനം നേടിയ സബീഹ അഡ്മിഷൻ എടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. 4ാം സ്ഥാനം നേടിയ രാംനാഥും 5ാം സ്ഥാനം നേടിയ ചെൽസിയും അഡ്മിഷൻ നേടിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. 8ാമതെത്തിയ ഗൗതവും ജിപ്മറിലെ വിദ്യാർത്ഥിയാണ് ഇന്ന്. 9ാം സ്ഥാനത്തെത്തിയ അനുജിത്ത് ആകട്ടെ പൂനെയിലുള്ള ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ ചേർന്ന് ഒരു ആർമി ഡോക്ടർ എന്ന സ്വപ്നത്തിലേക്ക് നീങ്ങുന്നു. കേരള മെഡിക്കലിൽ 10ാമതെത്തിയ ഹർഷ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS പഠനം ആരംഭിച്ചിരിക്കുന്നു. ഇങ്ങനെ ഏത് മുൻനിര മെഡിക്കൽ കോളേജ് എടുത്തു നോക്കിയാലും, അതിപ്പോൾ കേരളത്തിലേതായിക്കോട്ടെ കേരളത്തിന് വെളിയിലുള്ളതായിക്കോട്ടെ, ഇവിടെയെല്ലാമുള്ള മലയാളി വിദ്യാർത്ഥികളിൽ 80% പേരും ബ്രില്യൻറ്റിലെ മിടുക്കരാണെന്നുള്ളതാണ് സത്യം. അതിന് കാരണമാകുന്നത് ബ്രില്യൻറ്റിലെ വളരെ ചിട്ടയോടെയുള്ള ആ ഒരു പഠന രീതി തന്നെയാണ്. നല്ല ഡിറ്റർമിൻഡ് ആയ ഒരു മൈൻഡ് സെറ്റും പഠിച്ചുയർന്ന റാങ്ക് നേടി നല്ല ഒരു കരിയർ വേണം എന്നുള്ള ആഗ്രഹവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും ബ്രില്യൻറ്റിനൊപ്പം 2026 നീറ്റ് എക്സാമിൽ മികച്ച വിജയം സ്വന്തമാക്കാം. MBBS എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായി brilliantpala.org എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഈ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. Brilliant Study Center, India's #1 coaching center for NEET and JEE.